നമസ്കാരം. കഴിഞ്ഞ ഒത്തിരി കാലത്തെ കാത്തിരിപ്പിനും ഒത്തിരി കാലത്തെ ചർച്ചകൾക്കും ശേഷം അവസാനം കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ലുകൾ പാസ്സാക്കിയിരിക്കുകയാണ് ഗവൺമെൻറ്. സോ ഇത് എങ്ങനെയൊക്കെ കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതേസമയം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് നടത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്. എന്നോടൊപ്പം ഉള്ളത് ഷിഹാബ് മേച്ചേരിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല സ്ഥാപനങ്ങളുടെയും എയർനാ നോളജ് സിറ്റി പോലെ മലബാർ ഡെൻ്റൽ കോളേജ് പോലെയുള്ള പല സ്ഥാപനങ്ങളുടെയും ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പരിചയമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. സർ, എന്താണ് ഈ ബില്ലിൻ്റെ ഒരു പ്രസക്തി? എന്താണ് ഈ ബില്ല്? ആക്ച്വലി കേരളത്തിൽ എല്ലാ തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളും ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരളത്തിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, KTU അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാല പോലെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ മാത്രം കേരളത്തിലില്ലായിരുന്നു. അതിനുകൂടി അനുമതി കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ഏജൻസികൾക്ക് തുടങ്ങാൻ പറ്റും. കേരള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് പ്രകാരം പ്രൈവറ്റ് ഏജൻസികൾക്ക് ഇനി മുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കാം. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം അതിനൊരു റെസിസ്റ്റൻസ് നമ്മൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക? കേരളത്തിൽ മിക്ക കാര്യങ്ങൾക്കും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളത് അറിയാലോ. അപ്പോൾ ആ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ജനങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ കാലം മാറിയപ്പോൾ ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട്, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാവുന്ന ഒരു ട്രേഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് WTO പറയുന്നുണ്ട്. ഇന്ത്യ അതിൽ സൈൻ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ മാറിയെന്നേ പറയാൻ പറ്റുള്ളൂ. കുറച്ച് സ്ലോയിലാണ് മാറിയത് എന്ന് മാത്രം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. സോ ഇത് എവിടെയെങ്കിലും നമ്മുടെ കേരളത്തിലെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളിൽ എന്തെങ്കിലും സംഭവത്തെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇത്രയും കാലം ഇവിടെ ഇല്ലായിരുന്നു. നമുക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എവിടെയെങ്കിലും അതുകൊണ്ട് ലാക്ക് ചെയ്തിട്ടുണ്ടോ? അതല്ല അത് വേറെ രീതിയിൽ? ഈ കാര്യത്തിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് വേറൊരു വിഭാഗം യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ കൺട്രോൾ വരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അമൃത യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിൽ ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ ക്യാമ്പസ് ഉണ്ട്. ഇതെല്ലാം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ട്, പക്ഷേ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഇവിടുന്ന് സ്റ്റുഡൻസ് പുറത്തേക്ക് പോയിരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള എന്തോ ഒരു ഗ്യാപ്പ് കൊണ്ടാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. എന്തൊക്കെയായിരിക്കും ഈ ബില്ലിലുള്ള ഒരു പ്രൊവിഷൻസ്, കീ പ്രൊവിഷൻസ്? അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ട്രസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സെക്ഷൻ 8 കമ്പനി ആയിരിക്കണം. അതൊരു ബേസിക് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. സെക്ഷൻ 25 കമ്പനി എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ മീറ്റ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയാസ് അവർ രജിസ്റ്റേർഡ് ആയിരിക്കണം, രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കണം, രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആയിരിക്കണം. ഇതിൽ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. 10 ഏക്കർ സ്ഥലം വേണം. നിങ്ങളൊരു മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി തുടങ്ങുകയാണെങ്കിൽ 10 ഏക്കർ സ്ഥലം വേണം. 25,000 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ കേരള ഗവൺമെൻറ്റിലേക്ക് 25 കോടിയുടെ ഒരു എൻഡോമെൻറ്റ് ഫണ്ട് അടക്കണം. അത് ശരിക്കും ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെയാണ്. കാരണം യൂണിവേഴ്സിറ്റി തുടങ്ങി, അവർക്കത് വേണ്ട രീതിയിൽ നടത്താൻ പറ്റിയില്ല. ആ കുട്ടികൾക്ക് ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഈ 25 കോടിയിൽ നിന്നാണ് കോമ്പൻസേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഫണ്ട് അവർ വാങ്ങി വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് എങ്ങനെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യും? ഡെഫിനറ്റ്ലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു ക്വാളിറ്റി ഉണ്ടാകും, അത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള വലിയൊരു ഭീഷണി, പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇതിനെ എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റിന്? അല്ല, ഇതിന് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിന് കുറേ നടപടിക്രമങ്ങളും നയങ്ങളും അക്കാര്യത്തിലുണ്ട്. ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സാധാരണ ഒരു സിമ്പിളായിട്ട് എൻട്രി കിട്ടുന്ന ഒരു കാര്യമല്ല. കാരണം 25 കോടിയുടെ ഡെപ്പോസിറ്റ് വേണം. അതുപോലെ ഇത്രയും 10 ഏക്കർ ലാൻഡ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വേണം. ഒരു 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റോളം ഉള്ള വലിയൊരു ബിൽഡിങ് വേണം.
ഇതൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അത് ക്വാളിറ്റി ആ ഏജൻസി ഉറപ്പ് വരുത്തിയിട്ടേ ചെയ്യുള്ളൂ. പക്ഷേ സ്റ്റാൻഡേർഡിൽ തന്നെ ക്വാളിറ്റി വരുത്തും അവർ വരുത്താതെ അവർക്ക് സ്റ്റുഡൻസ് വരില്ല. പക്ഷേ ഗവൺമെൻറ് അതിന് പ്രത്യേക ഇൻസ്പെക്ഷൻ കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ ഒരു റെഗുലേറ്ററി അതോറിറ്റി, ഈ യൂണിവേഴ്സിറ്റികളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടാക്കാമെന്നുള്ളതും ഈ ബില്ലിൽ പറയുന്നുണ്ട്. ഓക്കെ സർ, ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻസ് ഒക്കെ തിരിച്ചും ഇങ്ങോട്ട് പോസിബിൾ ആവും, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളൊക്കെ ഈ ഒരു ബില്ലിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതായത് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രോസസ്സാണ്. പക്ഷേ ഫോറിൻ സ്റ്റുഡൻസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഫോറിൻ സ്റ്റുഡൻസിനെ കൊണ്ടുവരാം. ഫോറിൻ സ്റ്റുഡൻസിനെ കൊണ്ടുവരണമെങ്കിൽ അത് കുറച്ച് ടെക്നിക്കലാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഫോറിൻ സ്റ്റുഡൻറ്റിനെ കൊണ്ടുവരണമെങ്കിൽ ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിൽ AICT ഉണ്ട്. AICTയുടെ പ്രത്യേക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻസ് എന്തെങ്കിലും അവിടെ വർക്കൗട്ട് ആവും? കൊളാബറേഷൻസ് ഇപ്പോഴും വർക്കൗട്ട് ആവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴും സാധ്യമാണ്. നമുക്കൊരു വേറൊരു കാര്യം സാധ്യത എന്താണെന്ന് വെച്ചാൽ 2 വർഷം ഇവിടെ പഠിക്കുക, 2 വർഷം വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക, അങ്ങനെയുള്ള സാധ്യതകൾ കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസിനെ അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? ഇപ്പം പൊതുവേ ഒരു മൈഗ്രേഷൻ ട്രെൻഡാണ് മൊത്തത്തിലുള്ളത്. ഒന്ന്, പുറത്തേക്കുള്ള മൈഗ്രേഷൻ കുറയാനുള്ളൊരു പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതേപോലെ തന്നെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ, പുറമേ നിന്നുള്ള കുട്ടികൾ ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൂചനയാണ് ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞത്. തിരിച്ച് ഈ ഒരു ബില്ലോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പം കേരളത്തിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ കുറക്കാനുള്ളൊരു പോസിബിലിറ്റി എന്താണ്? ഒരു മൈഗ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ഏകദേശം $1 ബില്യൺ, ഏകദേശം $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു 8500 കോടി രൂപ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് മൈഗ്രേഷന് വേണ്ടി സ്റ്റുഡൻസ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. UK, കാനഡ, അതുപോലെയുള്ള ഇപ്പോൾ പഴയ റഷ്യൻ രാജ്യങ്ങളിലേക്ക് MBBS പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്? ഇവരുടെ വീട് പണയം വെച്ചിട്ടോ കടം വാങ്ങിയിട്ടോ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ലോൺ എടുത്തിട്ടോ ഒക്കെ ഈ ഫീസ് സംഘടിപ്പിച്ച് ഇവർ പോവുകയാണ്. ആ പോകുന്നത് ഈ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയാണ് തോന്നുന്നുണ്ടോ? അല്ല. അവർ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ പോകുന്നത് അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് ഇവിടെ ലോൺ തിരിച്ചടച്ച് പിന്നെ എങ്ങനെയെങ്കിലും അവിടെ PR-ഉം പിന്നെ സിറ്റിസൺഷിപ്പും കിട്ടുമോ എന്ന അന്വേഷണത്തിൽ പോകുന്നതാണ്. അതും ഇവിടെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്, ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പൂനെയിലേക്കൊക്കെ നമ്മൾ സ്റ്റുഡൻസ് പോകുന്നത് ഒരു പക്ഷേ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി സിസ്റ്റം ഉണ്ട് എന്ന് ഉള്ളതുകൊണ്ട് ഇവിടെ വരാം. അതും പെട്ടെന്നാവില്ല. ആ യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഒരു എംപ്ലോയബിലിറ്റി ഓപ്പർച്യൂണിറ്റീസും കൂടാനോ കുറയാ അല്ലേ? റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം ഓപ്പൺ ആകാനുള്ള എംപ്ലോയബിലിറ്റി ഓപ്പർച്യൂണിറ്റി ഒരുപാട് കൂടും. കാരണം ഇത്രയും ഇപ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ കാര്യം തന്നെ എടുക്കുക. തമിഴ്നാട്ടിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒരു 30ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ 30ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴത്തേക്ക് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയല്ലേ ചെയ്യുക. അതേപോലെ തന്നെ കേരളത്തിലും റൂറൽ ഏരിയകളിലൊക്കെ ആയിരിക്കും. കാരണം 10 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കാനുള്ള സ്ഥലം മാത്രമാണ്. ഇതിനൊരു ബേസിക് സംഭവം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 10 ഏക്കർ സ്ഥലം ഹെഡ്ക്വാർട്ടേഴ്സിന് വേണം. എഞ്ചിനീയറിംഗ് കോളേജ് വേണമെങ്കിൽ വേറൊരു 10 ഏക്കർ വേണം. അത് AICT റൂളാണ്. ഒരു ഫാർമസി കോളേജ് വേണമെങ്കിൽ ഫാർമസി കൗൺസിൽ പറയുന്ന എത്ര സ്ഥലമാണ് അത്ര വേണം. മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ മെഡിക്കൽ കൗൺസിൽ, ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കൗൺസിലാണ്, അവർ പറയുന്ന എത്രയാണോ സ്ഥലം വേണ്ട അത്ര വേണം. അങ്ങനെ ഓരോന്നിനും ഇത്രയും സ്ഥലങ്ങൾ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 50-100 ഏക്കർ വേണ്ടി വരും. അത് ഒരിക്കലും ഒരു അർബൻ ഏരിയയിൽ കിട്ടില്ല. അപ്പോൾ റൂറൽ ഏരിയയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇതുകൊണ്ട് വികസിക്കുകയുള്ളൂ. എങ്ങനെയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അഫോർഡബിലിറ്റി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അത് മാറാൻ സാധ്യത ഉണ്ടോ?
ഒരു എക്സ്പെൻസീവ് ആവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ പുറത്ത് SRM യൂണിവേഴ്സിറ്റിയിലോ VITയിലോ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊടുക്കുന്ന ഫീസ് ഇവിടെ കൊടുക്കാം. അവർക്ക് അതിനേക്കാളും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടുന്ന് സ്റ്റുഡൻസ് അത് ഓപ്റ്റ് ചെയ്യൂല. കാരണം അപ്പോഴും ഈ അഫിലിയേറ്റഡ് കോളേജസ് നിലനിൽക്കും. പ്രൈവറ്റ് കോളേജസ് ഇപ്പോൾ ഉള്ള പ്രൈവറ്റ് കോളേജസ് ഉണ്ടല്ലോ, നമ്മുടെ ചുറ്റുമുള്ള പ്രൈവറ്റ് കോളേജ്, അതെല്ലാം അപ്പോഴും നിലനിൽക്കും. ആ നിലനിൽക്കുന്ന സ്ഥലത്ത് ഫീസ് കുറവും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് ഫീസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊതുവെ ഇവിടുത്തെ ഒരു ചിന്താഗതി ഫീസ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുക എന്നുള്ള. പിന്നെ 10% സ്റ്റുഡൻസ് എപ്പോഴും ഹയർ ഫീസുള്ളിടത്തേക്ക് നല്ല ക്വാളിറ്റി നോക്കി പോവും. അവരപ്പോഴും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെ, അത് പുറത്താണെങ്കിലും US എത്ര ദൂരെയാണെങ്കിലും അവർ പോയിരിക്കും. ഒരു പ്രീമിയം കാറ്റഗറിയിൽ, ഒരു പ്രീമിയം കാറ്റഗറി. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ വളരെ ക്യൂരിയസ്ലി നോക്കുന്നൊരു സംഭവം എന്താണ്, ഈ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇനി എന്തായിരിക്കും ചൂസ് ചെയ്യുക? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും, അതല്ല ഓൾറെഡി ഉള്ള ഇത്തരത്തിലുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്? അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടാനുള്ള സാധ്യത. കാരണം പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ എന്താണ് വിചാരിക്കുക, ജോബ് സെക്യൂരിറ്റി. നമ്മുടെ ഇവിടെയുള്ള വലിയൊരു ചിന്താഗതി അങ്ങനെയല്ല. ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റ് ഈ വരാൻ പോകുന്ന ഒരു ജനറേഷൻ ഓഫ് എന്താ പറയുക ഫാക്കൽറ്റീസിലൊക്കെ അത്തരത്തിൽ അവരത് നോക്കും, അതല്ല മറ്റു രീതിയിലെ അതിനെ നമ്മൾ വേറൊരു തരത്തിൽ അത് നോക്കുകയല്ല നമ്മൾ ഉണ്ടാവുക. അതായത് ഗവൺമെൻറ് വേണോ പ്രൈവറ്റ്? ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ അഫിലിയേറ്റഡ് കോളേജുകളൊക്കെ നാളെ ഓരോരോ യൂണിവേഴ്സിറ്റി ആവും. പിന്നെ ആ യൂണിവേഴ്സിറ്റികൾ ഈ പറയുന്ന എല്ലാവിധ സൗകര്യങ്ങളും കുറഞ്ഞ, കാരണം ഒരു യൂണിവേഴ്സിറ്റി നടത്തി പോകണമെങ്കിൽ എത്ര ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന് പുറമെ അവർക്ക് കിട്ടുന്ന ഈ ഫീസുകൾ കൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ജോലി സാധ്യത വളരെ കുറയാനാണ് സാധ്യത. ഓക്കെ, നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസിനൊക്കെ പിന്നെ ടോപ്പ് ഫാക്കൽറ്റീസിനെയും അതോടൊപ്പം തന്നെ ടോപ്പ് സ്റ്റുഡൻസിനെയൊക്കെ മിസ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമോ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി? ഇല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ലോങ്ങർ ഇമ്പാക്റ്റ് എന്തായിരിക്കുന്നതാണ് എനിക്കറിയാൻ ആഗ്രഹം. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. IIM, NIT, അവിടേക്ക് സ്റ്റുഡൻസ് അങ്ങനെ തന്നെ പോവും. പിന്നെ ഇത് ഭീഷണി ആവുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒരു ത്രെട്ട് ഉണ്ടാക്കുക ആർക്കാന്ന് വെച്ചാൽ ഇവിടെയുള്ള സാധാരണ അഫിലിയേറ്റഡ് കോളേജുകൾക്കാണ്. അതുപോലെ തന്നെ പുറത്ത് ബാംഗ്ലൂരും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കുമാണ്. അവിടെ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാന്നതിന് പകരം ഏതെങ്കിലും രീതിയിൽ ഒരു കൊളാബറേഷൻ പോസിബിലിറ്റീസ് വർക്ക്ഔട്ട് ചെയ്യാൻ കൊളാബറേഷൻ അല്ല ഉണ്ടാവുക, കോമ്പറ്റീഷൻ തന്നെ. ഈ പറഞ്ഞ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒഴികെ NIT IIM ഒക്കെ ഒഴികെ ബാക്കിയുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ആയിട്ടും ഇത് കോമ്പീറ്റ് ചെയ്യും. പക്ഷേ അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമെങ്കിൽ ഫീസില്ല. അതേസമയം ഇവിടെ പഠിക്കണമെങ്കിൽ ഫീസ് ഉണ്ട് എന്ന് മാത്രമല്ല, അത് ഈ യൂണിവേഴ്സിറ്റികൾക്ക്, ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഈ ഫീസ് റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഫീസ് കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും. അതിൽ ഗവൺമെൻറ്റിന് ഒരു റോളും ഇല്ല എന്നാണ് ഈ ബില്ല് പറയുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഈ ഒരു ടെക്നോളജി ഡ്രിവൺ കാലഘട്ടത്തിലേക്കാണല്ലോ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷനും എല്ലായിടത്തും റെവല്യൂഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നോവേഷൻ ബേസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബേസ്ഡ് കരിക്കുലം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ്. ഇത് എങ്ങനെയായിരിക്കും ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ? പ്രത്യേകിച്ച് അവർക്ക് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനൊക്കെ ദേ വിൽ ബി വെരി ക്വിക്ക് സംടൈംസ്. സോ അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്? അത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഇതൊരു ബ്രിക്ക് ആൻഡ് മോട്ടാർ യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ ഈ പറയുന്നത്. പക്ഷെ നമ്മൾ കുറേ കാലം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ 2025 നിൽക്കുന്നത്. ഇവിടെ ഇന്ന് നമ്മളൊരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴായിരിക്കും അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായി മാറുമെന്നറിയോ? മിനിമം ഒരു 20-25 വർഷം എടുക്കും. 20-25 വർഷം എടുത്ത് ആണ് ഒരു യൂണിവേഴ്സിറ്റി റെഡിയായി വരുന്നതെങ്കിൽ
അപ്പോഴത്തേക്ക് ഇതിന് ടെക്നോളജി അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ടെക്നോളജിയിലൂടെ മാത്രമേ അത് കൂടുതൽ സ്പീഡപ്പ് ആക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ടെക്നോളജികളും അത്തരത്തിലുള്ള എന്തെങ്കിലും ഇന്നോവേഷൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽക്കാൻ പറ്റൂ. സിലബസുകൾ ഓഫ് കോഴ്സ് ഇവർക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടാവും, നല്ല ഫ്രീഡം ഉണ്ടാവും. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കുമ്പോഴുള്ള കാര്യം നമുക്കറിയാമല്ലോ. നമ്മൾക്ക് ഒരു യൂണിവേഴ്സിറ്റി, ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഏതോ യൂണിവേഴ്സിറ്റി ആവട്ടെ, അവർ തരുന്ന ഒരു സിലബസാണ്. ഞാൻ MBAക്ക് പഠിച്ച കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചത് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള പേപ്പറിൽ ഞാൻ പഠിച്ച ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അന്ന് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചത് അന്നത്തെ ട്രെൻഡായിട്ട്. പക്ഷെ അത് 1980s വന്ന ഒരു ട്രെൻഡാണ്. ലോജിസ്റ്റിക് ഒരു ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് 2006, 2005 നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴും അതേ ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് ഇതേ സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരും. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ കാണുന്നത് കേരളം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറുന്നൊക്കെയുള്ള രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും എതിർത്തിട്ടും രണ്ട് രീതിയിലുള്ള വാദങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? കേരളം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മാറും? കേരളം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറുക അല്ലെങ്കിൽ ഒരു ടൂറിസം ഹബ്ബായി മാറുക, അതൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം. കേരളത്തിന് അത്തരത്തിലുള്ള കുറേ പ്ലസ് പോയിന്റ്സ് ഇല്ലേ? ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ ഹബ്ബായി മാറണമെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. നമ്മൾക്ക് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. നല്ല ഒരു അത്ര തീവ്രമല്ലാത്ത കാലാവസ്ഥയുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. നല്ലൊരു കൾച്ചറും ഒരു വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഭൂരിപക്ഷ ആൾക്കാരും. പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്നറിയോ? മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ബഹുദൂരം മുന്നിൽ പോയി. ഇപ്പം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുക, എത്ര കാലം മുമ്പ് തുടങ്ങിയതാണ്. ബാംഗ്ലൂരിൽ ഇതേപോലെ തന്നെ ഒരുപാട് ഹിസ്റ്ററിയുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഈ 3000-4000 കുട്ടികൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്ന് പഠിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ദൂരെ ഡൽഹിയിൽ ഉൾപ്പെടെ, പഞ്ചാബിൽ ഉൾപ്പെടെ അത്തരം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിന് പെട്ടെന്നൊന്നും അങ്ങനെ കയറി വരും. ഇതൊരു വാദമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പം എവിടേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആ ഒരു രണ്ട് ക്ലാസ്സും തമ്മിലൊരു ഡിഫറൻസ് ഭയങ്കരമായിരിക്കും. ഒരു അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും അതിൻ്റെ ഇടയിൽ പക്ഷേ മീൻസ് ലോവർ ക്ലാസ് എന്നുള്ള രീതിയിലായിരിക്കും അവിടത്തേക്ക് ഒരു സിറ്റുവേഷൻ. പക്ഷേ കേരളത്തിലൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് സെനാരിയോ അല്ലേ? നമ്മുടെ ആളുകളൊക്കെ പൊതുവേ ഒരു മിഡിൽ ക്ലാസ് രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ അപ്പർ ക്ലാസ്സെന്നോ ഒരു ലോവർ ക്ലാസ്സെന്നോ എന്നുള്ളൊരു വ്യത്യാസമൊന്നും പൊതുവേ ഇല്ല. അത് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും വേറെ ഏത് ഭാഗത്തുനിന്ന് സ്റ്റുഡൻസ് ആണെങ്കിലും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോൾ ആ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴും ഈ സ്റ്റുഡൻസ് നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിനായിട്ട് ഇടപഴകാനൊന്നും പോകുന്നില്ലല്ലോ. അവർ ആ ക്യാമ്പസിനുള്ളിലാണ്. കേരളത്തിലില്ലേ അങ്ങനെ ഇടപഴകാൻ പറ്റിയ ഒരു കൾച്ചറും കാര്യങ്ങളും ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെങ്കിലും എൻ്റെ അനുഭവത്തിലും അല്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ പ്രാദേശികവാദം ഉണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആളുകളുടെ മോറൽ പോലീസിങ് ഉണ്ട്. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അവരുടേതായിട്ടുള്ള കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ എന്തായാലും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂറൽ ഏരിയയിലായിരിക്കും യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്യുന്നത്. ഈ സെറ്റ് ചെയ്യുന്ന റൂറൽ പ്ലേസിൽ, അതായത് ഒരു ഗ്രാമപ്രദേശത്ത് ചിലപ്പോൾ ഒരു ഇടുങ്ങിയ റോഡ് അല്ലെങ്കിൽ ഒരു 5 മീറ്റർ 10 മീറ്റർ വീതിയുള്ള റോഡ് എന്ന് വിചാരിച്ചോളൂ. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ ഇവരുടെ ബസ്സുകളും ഇവരുടെ വാഹനങ്ങളും നിരന്തരം പോകാൻ തുടങ്ങുമ്പോൾ ആ തദ്ദേശവാസികൾക്ക് അതൊരു തടസ്സമാവും. അപ്പോൾ അവർക്ക് പ്രശ്നമുണ്ടാവും. അങ്ങനെ പ്രശ്നമുണ്ടാവുകയും അവിടെ ചിലപ്പോൾ ബോയ്സും ഗേൾസും മിങ്കിൾ ചെയ്ത് നടക്കുന്നത്, മോറൽ പോലീസിങ് നടത്തി കയ്യേറ്റം ചെയ്ത ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എക്സലൻസിലും ഉണ്ടായിട്ടുണ്ട്, സാധാരണ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്ര വലിയൊരു വാദം വെക്കുന്നതിലൊന്നും കാര്യമില്ല. ഇവിടെയും അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് സ്റ്റുഡൻസ് അത്ര അട്രാക്റ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഈ സ്റ്റുഡൻസിന് ബാംഗ്ലൂർ പോവാം, അല്ലെങ്കിൽ ബോംബെയിൽ പോവാം, അല്ലെങ്കിൽ ഇതേപോലെ ഡൽഹിയിലൊക്കെ പോയിട്ട് അവർക്ക് കുറച്ചും കൂടെ കോർപ്പറേറ്റ്
കൾച്ചറും കൂടി കിട്ടാം, എക്സ്പീരിയൻസും കൂടി കിട്ടാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. പക്ഷേ അജ്മൽ നേരത്തെ പറഞ്ഞ പോലെ കാലം കൊണ്ട് നമ്മൾ പരിശ്രമിച്ച് അത്തരത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. സാധ്യതയുണ്ട്. എന്തായാലും എനിവേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. ഏകദേശം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഈ ബില്ലിൻ്റെ ഒരു നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ഈ ബില്ല് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു, ഇപ്പോൾ സാധാരണ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലിക്കേഷൻ ഗവൺമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്ക്രൂട്ടിനി ചെയ്ത് നമുക്ക് ഈ ഒരു എല്ലാ കാര്യങ്ങളും ഇവർ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ അത് നമുക്കൊരു ലെറ്റർ ഓഫ് അപ്രൂവൽ തരിക ചെയ്യുക. അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ 2 years കൊണ്ട് ആ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്യണം എന്നാണ്. കാരണം ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടല്ലോ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇത്രയും പ്രൊഫസർമാരെ ടേക്ക് ചെയ്യണം, വൈസ് ചാൻസലറെ കിട്ടണം. ഇതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ സ്ഥലവും ബിൽഡിങ്ങും മാത്രം പോരാ, അത്രയും ഹ്യൂമൻ റിസോഴ്സ് വേണം. അങ്ങനെ ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ കൂടി കഴിഞ്ഞാൽ ഇവർക്കിത് തുടങ്ങാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് ഏജൻസികൾ യൂണിവേഴ്സിറ്റി ആവാൻ വേണ്ടി മുന്നോട്ട് വന്ന വാർത്തയൊക്കെ വായിച്ചല്ലോ. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ ഒക്കെ? അല്ല, അത് മോണിറ്റർ ചെയ്യാൻ ഗവൺമെൻറ്റിന് അതിനൊരു സമിതി ഗവൺമെൻറ് ഈ ബില്ലിൽ തന്നെ പറയുന്നുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടീമുണ്ട്, അവർ മോണിറ്റർ ചെയ്യും. അത് മാത്രമല്ല, ഈ കുറേ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്. ബില്ല് പ്രകാരം ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആനുവൽ ഓഡിറ്റ്. ഈ ആനുവൽ ഓഡിറ്റൊക്കെ ഇപ്പോഴും അഫിലിയേറ്റഡ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ഉള്ള സംഭവം തന്നെ. അതൊന്നും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ടി വരും. പിന്നെ മാത്രമല്ല, ഇത് UGCൻ്റെ അണ്ടറിലാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ മാത്രമല്ല UGCൻ്റെ അണ്ടർ. അപ്പോൾ UGCയുടെ റെഗുലേഷൻസ് മുഴുവൻ ഇവർ പാലിക്കേണ്ടി വരും. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, കുറച്ച് സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ദേ ഹാവ് ടു ബി ക്വാളിറ്റി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ആവണം നിർബന്ധമാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാർഷായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ഒരു എത്തിക്കൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, അതായത് എല്ലാവർക്കും ഒരു ഭയങ്കര എക്സലൻസ് ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ഒരു എത്തിക്കൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളൊരു മോഡൽ കേരളത്തിൽ വർക്കൗട്ട് ആവുമോ? ഞാൻ ബാക്കി പുറമേയുള്ള യൂണിവേഴ്സിറ്റീസ് എത്തിക്കൽ അല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ബട്ട് സ്റ്റിൽ സംവെയർ എപ്പോഴും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് നമുക്ക് കുറേ ആക്ഷേപങ്ങൾ ഉണ്ടാകും. കേരളത്തിലുള്ള ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ആ ഒരു എത്തിക്കൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരു ലെവലിലേക്ക് ഒരു മോഡലായിട്ട് വരാൻ പറ്റുമോ? ഈ എത്തിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്താ മനസ്സിലാക്കുന്നത്, ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിലും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഓർഗനൈസേഷൻസ് എന്നല്ലേ. അങ്ങനെ തന്നെയാണ് എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഇവിടെ വരാൻ പോകുന്നത്. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കുറേ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്, ഈ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, 10,000 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു നല്ല രീതിയിൽ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നെക്സ്റ്റ് ഒരു 20-25 ഇയേഴ്സ് ഇവർ ഇതേ രീതിയിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ യൂണിവേഴ്സിറ്റികൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എത്തിക്കൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവർ കേരളത്തിൽ മാത്രമല്ല എവിടെയും അങ്ങനെ പറ്റുള്ളൂ. പഴയ പോലെ ഒരു PhD കൊടുക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് പൈസ കൊടുത്താൽ PhD കിട്ടുക, അങ്ങനത്തെ രീതിയിലൊന്നും ഏതായാലും കേരളത്തിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. സോ കേരളത്തിൻ്റെ ഈ ഒരു സെനാരിയോ, ഹയർ എഡ്യൂക്കേഷൻ സെനാരിയോ മീൻസ് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ അവർക്ക് ഇവിടെ എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇനിയിപ്പോൾ ഇതിൽ ഇത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ എടുക്കാനുള്ളൊരു പോസിബിലിറ്റി എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇത് എന്താണെന്ന് വെച്ചാൽ പാരൻസ്, സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഇതിൽ എഡ്യൂക്കേഷനിൽ. അപ്പോൾ പാരൻസിന് നല്ല അവയർനെസ് ഉണ്ടായാൽ, സ്റ്റുഡൻസിന് നല്ല അവയർനെസ് ഉണ്ടായാൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, എഡ്യൂക്കേറ്റേഴ്സിനും. അപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ ഇവർക്ക് നല്ല അവയർനെസ് ഉണ്ടാവണം. ഈ അവയർനെസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമ്പാരിസണും ഒക്കെ നടക്കുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് നല്ലതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇന്ന് ഡാറ്റയൊക്കെ വളരെ ഈസിലി അവൈലബിൾ ആണല്ലോ. ഒന്നും പഴയ പോലെ കുറേ കോടിക്കണക്കിന് രൂപയുടെ പരസ്യവും മനോരമൻ്റെയും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വലിയ പരസ്യങ്ങളിട്ട് തള്ളിയിട്ടൊന്നും കാര്യമില്ല.
ഇപ്പം നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ എവിടെ കൊടുക്കുന്ന അവിടേക്ക് സ്റ്റുഡൻസ് എത്തും. സോ തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ഒരു ബില്ലിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സാറിനൊരു ഫൈനൽ മെസ്സേജ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഹിഡൻ ചാലഞ്ചസുകളുണ്ടോ, ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ആളുകൾ എന്ന് പറയുമ്പം ഈ പറഞ്ഞ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അത്തരത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാം. അല്ല, കേരള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ കുറേ അധികം ഏജൻസികൾ വളരെ അത്യുത്സാഹത്തോടു കൂടി ഇതിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വളരെ സൂക്ഷ്മതയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചലഞ്ചസിനെ കുറിച്ച് മുഴുവനും മനസ്സിലാക്കി അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളം ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറും. അതിന് കുറച്ച് വർഷങ്ങൾ എടുക്കുമെങ്കിലും കേരളത്തിന് ഒരു നല്ല പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ സാധിക്കും.